ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷമായ UDFന്റെ നില പരിതാപകരമാണ്. ആരോട് ചോദിച്ചാലും പറയും, ഏത് രാഷ്ട്രീയ നിരീക്ഷകരോട് ചോദിച്ചാലും പറയും, UDF നേരിടുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. 10 വർഷം ഭരണത്തിന് പുറത്താണ്. ഇനിയെങ്കിലും തിരിച്ചു വന്നില്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഇല്ലാതാകുമോ, UDF തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്ക UDF നേതാക്കൾക്കുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. UDF നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിന്റെ അവസ്ഥയാണ് അതിനേക്കാൾ ദയനീയം. കോൺഗ്രസിൽ ആരാണ് നേതാവ് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് വരേണ്ടത്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ട്. അതിൽ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്. KC വേണുഗോപാൽ ഒരുപക്ഷെ 2028 മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ സാധ്യതയുള്ളൂ. ലോക്സഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലേക്ക് വരും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരും. അതുവരെ ആരായിരിക്കും മുഖ്യമന്ത്രി? UDF ജയിച്ചാൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരാണ്. രമേശ് ചെന്നിത്തല അടുത്ത കാലത്തായി കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. VD സതീശനെ പോലെ തന്നെ മറ്റൊരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നല്ല ഇടപെടൽ നടത്തുന്നു. UDFലെ ഘടകകക്ഷികൾക്കും സാമുദായിക സംഘടനകൾക്കും നേരത്തെ UDFനോടൊപ്പം ഉണ്ടായിരുന്ന NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾക്കും കൂടുതൽ സ്വീകാര്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ്. അത് കോൺഗ്രസുകാരും ഇപ്പോൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ് MLA-മാരുടെ യോഗത്തിൽ VD സതീശനെതിരെ ഉയർന്നു വന്ന വിമർശനം. MLA-മാരാണ് വിമർശനം ഉന്നയിച്ചത് എന്നോർക്കണം. 2 പേർ മാത്രമാണ് വിമർശിച്ചത്. സ്വാഭാവികമായും ആ 2 പേർ നാളെ 4 ആകും, പിന്നീട് അത് 8 ആകും, പിന്നീട് അത് ഭൂരിപക്ഷം MLA-മാരാകും. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശൻ തന്നെ മാറുമോ എന്ന ചോദ്യം ഉയരുകയും ചെയ്യും. അതിന്റെ തുടക്കമാണോ ഈ വിമർശനം എന്ന ചോദ്യവും ഉയർന്നുണ്ട്. വിമർശനം ഉന്നയിച്ച ഒരാൾ CR മഹേഷ്, KC വേണുഗോപാലിന്റെ കേരളത്തിലെ ഏറ്റവും അടുത്ത അനുയായിയാണ്. KC വേണുഗോപാൽ അറിയാതെ ഒരിക്കലും CR മഹേഷ് അത്തരമൊരു വിമർശനം ഉയർത്തില്ല. CR മഹേഷിനോടൊപ്പം ചേർന്നത് മാത്യു കുഴൽനാടനാണ് എന്നുകൂടി ഓർക്കണം. യുവ MLA-മാരുടെ പ്രതിനിധിയാണ് മാത്യു കുഴൽനാടൻ. CR മഹേഷ് ആ ഗ്രൂപ്പിലല്ല. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ, VT ബൽറാം, മാത്യു കുഴൽനാടൻ എന്നിവരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലല്ല CR മഹേഷ്. CR മഹേഷ് സ്വന്തം നിലയിൽ തന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. മണ്ഡലത്തിൽ നല്ല സ്വാധീനം ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അദ്ദേഹം KC വേണുഗോപാലിന്റെ അടുത്ത അനുയായിയാണ്. അദ്ദേഹമാണ് വിമർശനം ഉന്നയിച്ച ഒരാൾ എന്നതിൽ നിന്ന് വലിയ സൂചനയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാലിന്റെ അറിവില്ലാതെ ആ വിമർശനം ഉയരില്ല. അങ്ങനെ ഉയർന്നിട്ടുണ്ട് വിമർശനം എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഹൈക്കമാൻഡ് VD സതീശന് എതിരാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ, യുവ MLA-മാരുടെ പ്രതിനിധി. ആ വിമർശനവും സ്വാഭാവികമായും VD സതീശന് എതിരായി യുവ MLA-മാരുടെ പ്രതിഷേധം മെല്ലെ കൂടിക്കൂടി വരുന്നു എന്ന് തന്നെയാണ്. അതിന്റെ ഒരു പൊട്ടിത്തെറിയാണ് മാത്യു കുഴൽനാടനിൽ നിന്ന് ഉണ്ടായത്. ഇത് രണ്ടും കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അത് VD സതീശന് അദ്ദേഹത്തിന്റെ സ്ഥാനം തുടരാൻ കഴിയുമോ എന്ന ചോദ്യത്തിലേക്കാണ് എത്തുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട്. അദ്ദേഹം അവിടെയുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഹൈക്കമാൻഡ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വീടെടുത്ത് താമസിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 3 വീടെടുക്കും. ആ വീടുകളിൽ മാറി മാറി താമസിച്ച് ആ പ്രദേശത്തെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അതാണ് ദീപാദാസ് മുൻഷിയോട് ഹൈക്കമാൻഡ് പറഞ്ഞത്. എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല, അദ്ദേഹത്തിന് KPCCയെ നയിക്കാൻ കഴിയുന്നില്ല എന്ന ബോധ്യം എല്ലാവർക്കും വന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വിമർശനം ഉയരുന്നു MLA-മാരിൽ നിന്ന്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫിന് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല. സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം വമ്പിച്ച പരാജയമാണ് എന്ന് ഹൈക്കമാൻഡ് ഇതിനകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്താകട്ടെ സമുദായ സംഘടനകളുടെ പിന്തുണയില്ല എന്ന കാര്യം. ഇവിടെ ആരായിരിക്കും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ, UDFന്റെ? ഈ ചോദ്യത്തിന് ഉത്തരം
മെല്ലെ മെല്ലെ രമേശ് ചെന്നിത്തലയിലേക്കാണ് നീങ്ങുന്നത്. രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ ഈ ചോദ്യത്തിലേക്ക് വരുന്നു. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ മറ്റൊരാൾ കൂടി വന്നിരിക്കുന്നത്. ഒരാൾ ദീപാദാസ് മുൻഷിയാണ്. രണ്ടാമതൊരാൾ രമേശ് ചെന്നിത്തല വന്നേക്കാം. മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞു, സുനിൽ കനോഗുലു. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും അവരുടെ ടീമിനെ നിയമിച്ചു കഴിഞ്ഞു. ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കൂടുതൽ റീൽസുകൾ, വികസന പ്രവർത്തനങ്ങൾ, ആരുടെ MLA മാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുക. അതോടൊപ്പം മണ്ഡലത്തിലെ പൾസ് എന്താണ് എന്നറിയുക. എന്താണ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം, രാഷ്ട്രീയം, സാമൂഹ്യം, അതോടൊപ്പം തന്നെ സാമുദായിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കി ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിൻ്റെതായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, അത് നടപ്പാക്കുക. അതിനുവേണ്ടി കോൺഗ്രസിനെ സഹായിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ടീമിനെ ഇറക്കുക. ഇതാണ് സുനിൽ കനോഗുലുവിന്റെ തന്ത്രം. അതുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ പല രൂപത്തിൽ, പല ഭാവത്തിൽ കോൺഗ്രസ് സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അനങ്ങുന്നില്ല. എന്ന് വെച്ചാൽ DCC നിർജീവമാണ്, ബ്ലോക്ക് കമ്മിറ്റികൾ നിർജീവമാണ്, വാർഡ് കമ്മിറ്റികൾ നിർജീവമാണ്. നേരത്തെ സുധാകരന്റെ കാലത്ത് വാർഡ് കമ്മിറ്റികൾ സജീവമാക്കാൻ തീരുമാനിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംഘടനാ തലത്തിൽ നിർജീവമാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊന്നും വേണ്ടത്ര യേശുമോ എന്ന് സുനിൽ കനോഗുലുവിന് പോലും സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ നേരത്തെ തന്ത്രങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്നതും നാം കണ്ടതാണ്. ഒരു പുതിയ നേതൃത്വം വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മാറുകയുള്ളൂ എന്ന ചർച്ച കോൺഗ്രസിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ MLA മാരുടെ യോഗത്തിൽ വിമർശനം ഉയർന്നു വന്നത് VD സതീശിനെതിരെ. അത് നാളെ ആ വിമർശനങ്ങൾക്ക് ശക്തി കൂടാം. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനെ മൂലക്കിരുത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും കഴിയുന്നില്ല എന്നതുകൊണ്ട് ദീപാദാസ് മുൻഷിയും സുനിൽ കനോഗുലുവും ചേർന്നുള്ള മറ്റൊരു ടീം സജീവമായി രംഗത്തിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം കോൺഗ്രസിനെ രക്ഷിക്കുമോ, UDF-നെ രക്ഷിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ നീക്കത്തിൽ UDF വിജയം കാണുമോ എന്നതാണ് അറിയേണ്ടത്. അതിന്റെ ആദ്യ ടെസ്റ്റ് നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇനി കേവലം 2 മാസം മാത്രം.